ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേന. ഫോറക്സ് മാർക്കറ്റിൽ ഇന്നത്തെ ഗോൾഡ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 29th ഡിസംബറിലെ പെർഫോമൻസ് ആണ്. ഗോൾഡിൻ്റെ ചാർട്ടിൽ മോർണിംഗിൽ 6 മണിക്ക് ശേഷമുള്ള മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് പെട്ടെന്നൊരു സഡൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ ഡൗൺ സൈഡ് ഒരു സഡൻ ആയിട്ട് ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് കയറിയ ശേഷമാണ് പിന്നെ ഒന്ന് ഇറങ്ങിയത് മാർക്കറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സഡൻ മൂവ്മെൻറ്റുകൾ നമ്മൾ 30 മിനിറ്റ്സിലിട്ട് നമുക്ക് ട്രേഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഓൾറെഡി താട്ടിറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ ട്രേഡുകൾ നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്കും മാർക്കറ്റ് റിവേഴ്സും പോകും. പക്ഷെ അതുപോലത്തെ ട്രേഡുകൾ നമ്മൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ അവിടെ ട്രേഡ് പിടിക്കാം, അഥവാ നമുക്ക് അവിടെ ട്രേഡ് എടുക്കണോ, എങ്ങനെയാണ് അതുപോലത്തെ ഒരു മൂവ്മെൻറ്റ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് സെക്ഷനിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 30 മിനിറ്റ്സിൻ്റെ ചാർട്ടും ഉണ്ട്, 15 ഉണ്ട്, 5 in ട്രേഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ മൂന്നിലും വന്ന ട്രേഡിൻ്റെ വ്യത്യാസം ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്നത്തെ 5 മിനിറ്റ്സിലൂടെ കിട്ടിയ ട്രേഡുകളും ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വിൻ ട്രേഡിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യം നോക്കി വെച്ചാൽ മതി. സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പം ഈ റെഡുകളും ഡൗൺ ആണ്. ഇപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ ചാർട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 8 സൊല്യൂഷൻ്റെ 8.1 സ്ട്രാറ്റജിയാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിരിക്കുന്നത് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് സെല്ല് സിഗ്നൽ തന്നു. സിഗ്നൽ വന്നപ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റ് അവിടെ ആ ക്യാൻഡിൽ തന്നെ നോക്കിയാൽ അറിയാം ലോങ് ആയിട്ട് മാർക്കറ്റ് അടിച്ച് താട്ടിറങ്ങി. ആ കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും ഓൾറെഡി താട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് 5 മിനിറ്റ്സിൽ ആ ട്രേഡ് കിട്ടുള്ളൂ. 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ അവിടെ പെട്ടെന്ന് നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ട്. ആ സമയത്ത് 5 മിനിറ്റ്സിലെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ സിഗ്നലിൽ നമുക്ക് മോർണിംഗിലൊരു ബൈ വന്നു. ബൈ വന്നതിന് ശേഷമാണ് സെല്ല് വന്നിരിക്കുന്നത്. സെല്ല് വന്നു, സിഗ്നൽ കൺഫേം ആയി, സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് താട്ടിറങ്ങി. അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറി. ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് പിന്നെയും ഡൗൺ ഇറങ്ങി. പക്ഷേ സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്യാതെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് കയറുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് 15ലും 30ലും നോക്കിയിട്ട് അവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ തന്നില്ല, ഒരു റിട്രേസ്മെൻറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം പറയുകയാണെങ്കിൽ നമുക്ക് ലൈൻ മാത്രമായിട്ട് കയറി താഴെ മാറിയുമില്ല. അവിടെ ഒരു ബൈ സ്റ്റിക്കിൽ തന്നിട്ടുമില്ല. 30ലും അത് തന്നെയാണ്. അവിടെ പിന്നെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ്, നല്ല ട്രേഡായിരുന്നു അത്. മാർക്കറ്റ് ഇപ്പോഴും താട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് പിന്നെയും ഡൗൺ ഇറങ്ങുന്നു. അവിടെ നിന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ അത് പിന്നെയും താഴോട്ട് ഇറങ്ങും. ഇപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ സൈഡ് വേസ് ആണ്. ഇപ്പം സപ്പോർട്ട് വലിയ സ്ട്രോങ് അല്ല. ഇനിയും ബ്രേക്ക് ചെയ്ത സപ്പോർട്ടൊക്കെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് അഗെയിൻ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ റീ എൻട്രി സജഷൻ, ഇനി അടുത്തൊരു ഡൗൺ സൈഡിൽ പിന്നെയും മാർക്കറ്റ് ഇറങ്ങുവാണെങ്കിൽ ഓൾറെഡി ഇത് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഇനി നമുക്ക് റീ എൻട്രി സജഷൻ സോർട്ട് തരും. അവിടെ നമുക്ക് ട്രേഡ് എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. ഇതിനകത്ത് സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നലാണ് നമുക്ക് സെല്ല്. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെല്ലാണ്. സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻട്രി പോയിന്റും ടാർഗറ്റും. ഇവിടെ സെല്ല് വരുന്ന സമയത്ത് ഇത് ഓൾറെഡി കൺഫേം ആയിരുന്നു. 2 ലെവലും ഓക്കെ ആണ്. അടുത്തേക്ക് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് കൺഫർമേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. സപ്പോർട്ടിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് താട്ടിറങ്ങി. നല്ല ഡൗൺ ആയിരുന്നു. അത് തിരിച്ച് ഇപ്പോൾ ഇവിടെ ട്രേഡ് നമ്മൾ മിസ്സായി. പിന്നെയും ഇവിടെ ഒരു ഇറക്കത്തിൽ നമുക്ക് പിന്നെയും ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് പിന്നെയും 74 നിന്ന് പോയ ട്രേഡ് പിന്നെ നല്ലൊരു ഡൗൺ ഇറങ്ങി. അപ്രോക്സിമേറ്റ് 54 വരെ ആ ട്രേഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്ന ട്രേഡാണ് ഞാൻ ഈ കാണിച്ച്. ഇപ്പം മാർക്കറ്റ് പിന്നെയും ഡൗൺ ഇറങ്ങുന്നു. ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇനി എഗെയിൻ താട്ടിറങ്ങിയാൽ നമുക്ക് അവിടെ റീ എൻട്രി തരാം. ആ സമയത്ത് നമുക്ക് അടുത്ത ട്രേഡ് നമുക്ക് വേണമെങ്കിൽ അവിടെ പിക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി നിങ്ങൾക്കൊരു ലൈവ് പെർഫോമൻസ് കാണാനുള്ള ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ആക്യുറസി 30 മിനിറ്റ്സ് ആണ്. പക്ഷേ ചില സഡൻ വരുന്ന മൂവ്മെൻറ്റുകൾ നമ്മൾ 30 മിനിറ്റ്സിലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഓൾറെഡി ആ പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ മൂവ്മെൻറ്റ് നമ്മൾ 5 മിനിറ്റ്സിലാണ് കുറച്ചുകൂടെ ആക്യുറസി. അപ്പോൾ പക്ഷേ നമുക്ക് 30 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഇട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ 5 മിനിറ്റ്സിൽ തന്നെ പിടിച്ചാൽ നമുക്ക് ഒരുപാട് റിവേഴ്സിൽ വരും, ഒരുപാട് നമുക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ടാകും, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുപോലെ 30 കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് കിട്ടും. ഓക്കെ, താങ്ക് യു.